ഹലോ. ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. എന്നാന്ന് വെച്ചാൽ ഞാൻ കുറേ നാളുകൂടി എൻ്റെ വീട്ടിൽ പോവാം. എൻ്റെ വീട്ടിലോട്ടായിട്ട് മാത്രം പോകുന്നല്ല, എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ 56 കേട്ട. അപ്പോൾ അത് എൻ്റെ നാട്ടിൽ വെച്ചാൽ, അപ്പം അത് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നതാണ്. എൻ്റെ സ്ഥലം തൊടുപുഴ ഉടുമ്പന്നൂരാണ്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിക്കാണ് പോയത്. ഒരു വണ്ടി പുറകെ വരുന്നുണ്ട്. ആദ്യത്തെ വണ്ടിയിലെ പരിപാടികളാണ് നമ്മൾ കാണുന്നത്. പിന്നെ തൊടുപുഴ ഹൈ റേഞ്ച് ഹോട്ടലിൽ കയറി നമ്മൾ വീട്ടിലോട്ട് ഫുഡെല്ലാം വാങ്ങി. നമ്മൾ ഉച്ച കഴിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തൊടുപുഴ ഹൈ റേഞ്ച് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി പോകുന്ന വഴിക്ക് ചായ കുടിച്ചു. അവിടെ ഒരു ചെറിയ കടയിൽ നിർത്തി ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. പിന്നെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇവരെല്ലാവരും കൊണ്ടിരുന്ന് പാട്ടുപാടി, മറ്റേ എന്തൊക്കെയോ പാട്ടൊക്കെ പാടി ചെയ്യുമല്ലോ, അതുപോലെ പരിപാടികളാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം റമ്മി കളിച്ചു. എൻ്റെ വീട്ടിൽ അച്ഛനും ആങ്ങളെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം അടിച്ചു പൊളിച്ച് അവിടെ ഇരുന്നു. ഭയങ്കര തണുപ്പാണ്. എൻ്റെ വീടിൻ്റെ അവിടെ രാത്രിയൊക്കെ, ഉടുമ്പന്നൂരാണ് സ്ഥലം, അവിടെ ഒരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാവും. ഇപ്പോൾ ഒരു 10, 12, 1 മണി വരെയൊക്കെ ഞങ്ങൾ വെറുതെ വൈകിട്ട് മുറ്റത്തൊക്കെ ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റു, ചായ കുടിച്ചു. നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. പരിപാടി തൊടുപുഴ ജോഷിലാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ റെഡിയായി അവിടെ വന്നു. അവിടെ നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഒത്തിരി നല്ല സ്പേസുള്ള, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ താരം വന്നു. ആ റെഡ് ഡ്രസ്സിട്ട് വരുന്നതാണ് എൻ്റെ കൂട്ടുകാരി. അയ്യോ, ഇപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവരുടെ ഷോളയിൽ മുണ്ടല്ലേ തൂങ്ങിപ്പോകുന്നത്. അയ്യോ, ഇത് കണ്ടിട്ടുണ്ടായില്ലായിരുന്നു കേട്ടോ ആരും. പിന്നെ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. പരിപ്പ് നെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും സദ്യ കഴിച്ചു. പായസം, പപ്പടം എല്ലാം കൂട്ടി കഴിച്ചു. പിന്നെ അവിടെ അവരുടെ തന്നെ കൈറ്റ്സ് ഇവൻറ്റ്സ് ആയിരുന്നേ. അപ്പോൾ അവരുടെ തന്നെ പുതിയൊരു വണ്ടിയുടെ ലോഞ്ചിങ് കൂടെ ഉണ്ടായിരുന്നു. അതും അവിടെ നിന്ന് കണ്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച്. അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് അമ്മേനെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ച് കോട്ടയത്ത് വീട്ടിൽ വന്നു. നമ്മളെ വീട്ടിലോട്ടാക്കി, വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.